വയനാട്ടിലെ ദുരന്തമുഖത്ത് അനാഥമാക്കപ്പെട്ട കുരുന്നുകൾക്ക് മുലപ്പാൽ നൽകാൻ ഒരമ്മ സന്നദ്ധത അറിയിച്ചപ്പോൾ അതിന് താഴെ വഷളത്തരം കമന്റിട്ട ഒരുവന് സമ്മാനം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു, ഇങ്ങനെ അബദ്ധത്തിൽ സംഭവിച്ചാണ്. ഒരു കൈയബദ്ധം നാറ്റുകരുത്. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. അവരൊറ്റ തെറ്റാണ് ഞാൻ ചെയ്തത്. അയ്യടാ, ഈ ഫയൽ നോക്കേ, ഇത് മുഴുവൻ ഇവരെ കുറിച്ചുള്ള പരാതികളാ. അത് ഞങ്ങൾക്ക് എന്താ വേണ്ടത് ചെയ്യുക, മാപ്പ് തന്നെ പറയാ, അല്ലെങ്കിൽ കാലിന്റെ ചോട്ടിലൊന്ന് പറയാ, എന്താ ഞാൻ ചെയ്യാ. മോൻ ചെയ്തതിനുള്ളതൊക്കെ മോന് ദൈവം തിരിച്ചു തരും. ആ പോസ്റ്റ് പിന്നെ രണ്ട് ഇതാ വന്നു. ഒന്ന് പിന്നെ കുട്ടികളുണ്ടാക്കുമ്പോൾ പിന്നെ ഇങ്ങനെ ദുരന്തം കൊണ്ടുപോകുന്നില്ല പോസ്റ്റും. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. തൊട്ട താഴെ ഇങ്ങനെ ഈ വൈഫ് പിന്നെ മുലപ്പാല് കൊടുക്കുന്നില്ല പോസ്റ്റ് വന്നപ്പോൾ ഞാൻ എന്ത് കരുതി, അത് ഒരാളാണെന്ന് ഒരു ആൾ പോസ്റ്റ് ചെയ്താണ്. അതായത് കളിയാക്കി പോസ്റ്റ് ചെയ്യാന്നില്ല, ഒരൊറ്റ തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഞാൻ അതിന് മറുപടി തന്നത്. ഒരുത്തന് അപകടം പറ്റി ആസ്പത്രി കിടക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയല്, മനസ്സിലായോ? കാരണം ഞാൻ വയനാട്ടുകാരെ കൂടുതൽ ആ ദുരന്തത്തിനെ ദുഃഖിക്കുന്ന ആൾ തന്നെയാണ് ഞാനും. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. അപ്പോൾ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയതാണ്, അല്ലാതെ ഞാൻ ഒരിക്കലും അങ്ങനെ പിന്നെ ഒരു കമന്റ് ഇടുന്ന ആളല്ല. ഞാൻ എല്ലാവരും അങ്ങനെ എതിർക്കുന്ന ആളാണ്. പക്ഷെ ഇങ്ങനെ ഇത് കണ്ടപ്പോൾ ഭയങ്കര പിന്നെ സങ്കടം തോന്നി. ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും, ലോക പരാജയം. ഇത് കണ്ടപ്പോൾ ഭയങ്കര പിന്നെ സങ്കടം തോന്നി. അപ്പം അതിനപ്പം മറുപടി വിട്ടതാ. പക്ഷെ അതിന്റെ യഥാർത്ഥം പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. പിറ്റേന്ന് അന്ന് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തു. പിന്നെ ഇതില് ഈ ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു, ഇങ്ങനെ അബദ്ധത്തിൽ സംഭവിച്ചാണ്. ഇനി ആർക്ക് വേണം വലിഞ്ഞേറി വന്നേക്കുന്ന അങ്ങോട്ട് എന്റെ കൺമുമ്പിൽ അങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പും, ഞാൻ തൂറി എറിയും നിന്നെ. താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ, താങ്ക്സ് അടിച്ചു പൊളിക്കടാ.